ഇംഗ്ലീഷിൽ വജൈന എന്ന് പറയുന്ന പദത്തെപ്പറ്റി കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. മലയാളത്തിൽ ഒരു സ്ത്രീയുടെ യോനി എന്ന് പറയുന്ന ഭാഗമാണിത്. ഇതൊരു സ്ത്രീയുടെ ശരീരത്തിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. അതിൻ്റെ ഓപ്പണിംഗ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ വൾവ എന്ന് വിളിക്കുന്ന പദമോ? ഇതിനെപ്പറ്റി സ്ത്രീകൾ പോലും വളരെ കുറച്ച് പേരെ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഒരു സ്ത്രീയുടെ യോനിയുടെ പുറം ഭാഗത്തിനാണ് വൾവ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തെ പറ്റിയോ ഈ ഒരു ഭാഗത്തിൻ്റെ സവിശേഷതയെ പറ്റിയോ നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള സ്ത്രീകൾ തന്നെ ആരും സംസാരിക്കാറില്ല. മാത്രവുമല്ല, പലരും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനും യോനി എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഏകദേശം 40% സ്ത്രീകൾക്ക് അവരുടെ ശരീരഭാഗങ്ങൾ ഒരു ഡയഗ്രാമിൽ ശരിയായിട്ട് അടയാളപ്പെടുത്താൻ പോലുമുള്ള ഒരു പരിജ്ഞാനമില്ല എന്നായിരുന്നു. എന്തൊക്കെയാണ് സ്വന്തം ശരീരത്തെപ്പറ്റിയും ലൈംഗികതയെപ്പറ്റിയും ഒരു വ്യക്തമായ അവബോധം സ്ത്രീകൾക്ക് ഇല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ആർത്തവ വിരാമത്തിൽ ചില സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം വർദ്ധിക്കുകയും വേറെ ചില സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കുറയുകയും ഒക്കെ ചെയ്യുന്നത്? ഇവരുടെ പങ്കാളികൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഈ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടനിലെ അറിയപ്പെടുന്ന സൈക്കോസെക്സോളജിസ്റ്റും എഴുത്തുകാരിയും പോഡ്കാസ്റ്റ് അവതാരകയുമായ കെയ്റ്റ് മോയിലാണ് BBC 3യുടെ സെക്സ് ഓൺ ദ കൗച്ച് എന്ന പരിപാടിയുടെ സഹ അവതാരകയും കൂടിയായ കെയ്റ്റിൻ്റെ ദ സയൻസ് ഓഫ് സെക്സ്, എവറി ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ സെക്സ് ലൈഫ് ആൻസേർഡ് എന്ന പുസ്തകം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് UK പബ്ലിഷ് ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിലെ പ്രധാന ലൈംഗിക ഉത്തേജന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബാഹ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് വൾവയും ക്രിസരിയും. ഈ രണ്ട് പ്രദേശങ്ങളെ പറ്റിയും സ്ത്രീകൾക്ക് വളരെ പരിമിതമായിട്ടുള്ള അറിവേ ഇന്നുമുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ക്രിസരിയെപ്പറ്റി ആദ്യമായിട്ടൊരു സമ്പൂർണ്ണ പഠനം പോലും നടത്തിയത് 2005 മാത്രമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാർ പോലും ഈ സ്ത്രീകളുടെ ശരീരത്തിലെ ലൈംഗിക ആസ്വാദന കേന്ദ്രങ്ങളെപ്പറ്റി ഇന്നും സംസാരിക്കാത്തത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടായത് ക്രിസ്തുമതത്തിനും ക്രിസ്ത്യൻ തിയോളജിക്കുമൊക്കെ വളരെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന യൂറോപ്പിലായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം? സന്താനോൽപാദനം ഒഴികെയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപവും വൈകൃതങ്ങളുമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ക്രിസ്തുമതത്തിൻ്റേത്. പുരുഷ മേധാവിത്വ സമൂഹം ദൈവകൽപ്പനയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ലോകത്തിലെ ഏക ഭൂഖണ്ഡവും കൂടിയായിരുന്നു യൂറോപ്പ്. മാത്രവുമല്ല, സ്ത്രീകളുടെ ലൈംഗികത വളരെയധികം ഭീതിയോടുകൂടിയും ചെകുത്താൻ്റെ പ്രവൃത്തിയുമായിട്ടുമൊക്കെ വ്യാഖ്യാനിച്ചിരുന്ന ഒരു പ്രത്യേക ശാസ്ത്രം കൂടിയായിരുന്നു പാശ്ചാത്യ ക്രിസ്തുമതത്തിൻ്റേത്. ഈ ഒരു ക്രിസ്ത്യൻ സദാചാര ബോധവും ലൈംഗിക ഭീതിയും ഒക്കെ അതേപടി ഉൾക്കൊണ്ട ഒരു ശാസ്ത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിലെ ഗൈനക്കോളജിസ്റ്റുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർക്ക് ലൈംഗികതയെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തത്. കാരണം അവരാരും തന്നെ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയെപ്പറ്റി ഒന്നും തന്നെ പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നത് ക്രിസ്തുമതം അനുവദിച്ചിട്ടുള്ള പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള ലൈംഗികതയെപ്പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെപ്പറ്റിയും മാത്രമാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ബയോളജി ടീച്ചർ ചമ്മല് കാരണം വീട്ടിൽ പോയി പഠിച്ചുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞ് ഹോംവർക്ക് തരുന്ന റീപ്രൊഡക്ഷനെ പറ്റിയുള്ള ആ ഭാഗം അത് കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കും, അത്രമാത്രം. ഈ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൊത്തം ലൈംഗികതയിൽ വെറും 1% താഴെ മാത്രമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ ഒരു സദാചാര കാഴ്ചപ്പാടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ട് ഏതാനും ദശകങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ആവർത്തിച്ച് പറയുന്നത് നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാർക്കും ലൈംഗികതയെപ്പറ്റി സംസാരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഡോക്ടർമാരെ വിശ്വസിച്ച് അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് വ്യക്തികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്? ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം, സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം മനസ്സിലാക്കി വെച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. ഈ സെക്സ് എന്ന് പറയുന്നത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടും പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തിയായിട്ടും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല സ്ത്രീകളും മധ്യവയസ്സിലെത്തുമ്പോഴേക്കും ആ ലൈംഗിക പ്രവൃത്തിയോട് തന്നെ ഒരു വിരക്തി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മധ്യവയസ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ്.
ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീകൾ ആർത്തവ വിരാമത്തിൽ എത്തുന്നത്. അതായത് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി നിലയ്ക്കുന്നത്. ആർത്തവ വിരാമത്തിൽ എത്തുന്ന ഒരു സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് 45-നും 52 വയസ്സിനും ഇടയിലാണ്. ഒരു സ്ത്രീയുടെ ആർത്തവം തുടർച്ചയായിട്ട് 12 മാസം നിലയ്ക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആർത്തവ വിരാമത്തിന് മുൻപുള്ള കാലഘട്ടത്തെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് പെരിമെനോപോസ്. ഇത് ഏതാനും വർഷങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സുമൊക്കെ വളരെയധികം പ്രതിസന്ധികളിലൂടെയും കടന്നു പോകും. എന്തൊക്കെയാണ് ഈ ആർത്തവ വിരാമത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ? പഠനങ്ങൾ പ്രകാരം മധ്യവയസ്സിൽ സ്ത്രീകൾ നേരിടുന്ന ആർത്തവ വിരാമത്തിന് സാധാരണയായി കണ്ടുവരുന്നത് കുറഞ്ഞത് 32 ലക്ഷണങ്ങളാണ്. ശരിയായി ഉറക്കം കിട്ടാതെ വരുന്നത് മുതൽ ഓർമ്മക്കുറവും നിങ്ങളുടെ മൂഡിലുള്ള മാറ്റവും ശരീരത്തിന് ചൂട് കൂടുന്നതായിട്ടുള്ള ഇംഗ്ലീഷിൽ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്ന അവസ്ഥയും വിഷാദരോഗവും യോനി വരൾച്ചയും വെജിനൽ ഡ്രൈനസും എല്ലാം ഈ ഒരു ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമാണ്. ഇവയ്ക്ക് എല്ലാം തന്നെ ഒരു സ്ത്രീയുടെ ലൈംഗികതയിലുള്ള താല്പര്യത്തെയും അവരുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവിലും ഒരു കാര്യമായ കുറവ് സംഭവിക്കും. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ ഈസ്ട്രജൻ്റെ അളവ് സ്ത്രീകളുടെ ശരീരത്തിൽ വളരെ പതുക്കെ കുറയുന്നത് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ആ ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പോലും ഇത് ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയത്തില്ല. അങ്ങനെ അത് അവരുടെ ശരീരത്തെയും ലൈംഗികതയും പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തെയും ഒക്കെ തന്നെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പങ്കാളികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്നോട് സംസാരിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചില പുരുഷന്മാർ പറയാറുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് തങ്ങളുടെ പങ്കാളികൾ ഇത്ര വിചിത്രമായിട്ട് പെരുമാറുന്നതെന്നും ഈ സെക്സിനോട് തന്നെ ഒരു വിരക്തി ഉണ്ടാവുന്നതും എന്നൊക്കെയാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീകളുടെ യോനിയിൽ ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വരൾച്ച അല്ലെങ്കിൽ ഡ്രൈനസ് കാരണമാണ്. അങ്ങനെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സ് വേദനാജനകമായിട്ട് മാറുകയും സെക്സിനോട് ഒരു വിരക്തി ഉണ്ടാവുകയും അവരുടെ ലൈംഗിക താല്പര്യം തന്നെ ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇത് പല സ്ത്രീകളും അവരുടെ പങ്കാളികളുമായിട്ട് പോലും പങ്കുവെക്കാറില്ല. കാരണം അവർ ചിന്തിക്കുന്നത് ഇത് തങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ഒരു വേദനയാണ് എന്നാണ്. അങ്ങനെ ഒരു നാണക്കേടും കുറ്റബോധവും ഒക്കെ അവരുടെ ലൈംഗികതയിലുള്ള താല്പര്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഈ സെക്സ് എന്ന് പറയുന്ന പദം നമ്മൾ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം നിർവചിച്ച് വെച്ചാലുള്ള ഒരു പ്രശ്നമാണ് ഇത്. കാരണം അത് സാധ്യമാവാതെ വരുമ്പോൾ നിങ്ങളുടെ ലൈംഗിക ജീവിതം തന്നെ വഴിമുട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഈ ആർത്തവ വിരാമത്തിൽ ലൈംഗികതയിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഈ ആർത്തവ വിരാമ കാലത്ത് ലൈംഗികതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാ സ്ത്രീകളെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ദീർഘകാല ബന്ധത്തിൽ സെക്സ് ഓൾറെഡി വിരസമായിട്ട് തീർന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഈ ആർത്തവ വിരാമം അവരുടെ ലൈംഗികത കൂടുതൽ വിരസമാക്കി മാറ്റിയേക്കാം. അതേസമയത്ത് മധ്യവയസ്സിൽ ഒരു പുതിയ പങ്കാളിയുമായിട്ട് ജീവിതം തുടങ്ങുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ആർത്തവ വിരാമത്തിൻ്റെ ഒരു ആഘാതം കാര്യമായിട്ട് ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ ലൈംഗിക താല്പര്യത്തിലും യാതൊരു കാര്യമായിട്ടുള്ള ഇടിവും സംഭവിക്കത്തില്ല. ഒരു പ്രയാസവുമില്ലാതെ മധ്യവയസ്സിൽ സെക്സ് ആസ്വദിക്കുന്ന 40, 50, 60, 70 വയസ്സുള്ള സ്ത്രീകളുണ്ട്. പലപ്പോഴും ഈ ദീർഘകാല ദാമ്പത്യ ബന്ധത്തിനുള്ളിലെ ഉത്തരവാദിത്തങ്ങളിൽ സ്ത്രീകൾ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് അവരുടെ ലൈംഗിക താല്പര്യത്തെ ബാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം മധ്യവയസ്സിൽ ഒരു പുതിയ പങ്കാളിയെ തേടി കണ്ടുപിടിക്കണം എന്നാണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ദമ്പതികൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ലൈംഗിക ജീവിതം ശിഷ്ടകാല ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാക്കുകയും അതിന് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു മുൻഗണനയും പരിഗണനയും ഒക്കെ കൊടുക്കുകയും വേണം. അപ്പം ഈ ഒരു ലക്ഷ്യബോധത്തോടുകൂടെ നിങ്ങൾ ലൈംഗികതയെ സമീപിക്കുകയാണെങ്കിൽ മാത്രമേ മധ്യവയസ്സിൽ നിങ്ങൾക്ക് സെക്സിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് പ്രചോദനത്തിന് ശേഷം മാത്രം ഉണരുന്ന ഒരു ലൈംഗിക താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സെക്സിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഒരു പ്രചോദനത്തിലൂടെ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം ഉണർത്തുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഈ ആർത്തവ വിരാമത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് കാരണം യോനിയിൽ വരൾച്ച അനുഭവപ്പെടുകയും അങ്ങനെ സെക്സിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റിൻ്റെ സഹായത്തോടുകൂടെ നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ചില സ്ത്രീകൾ ഈ ഒരു പ്രശ്നം കാരണം ഓറൽ സെക്സ് ആയിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. വേറെ ചില സ്ത്രീകൾക്ക് ഫോർപ്ലേയോട് മാത്രമായിരിക്കും താല്പര്യം.
ആ ലൈംഗിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഒരു വൈബ്രേറ്റർ ഉൾപ്പെടുത്തുന്നതും ആ അനുഭവം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. അപ്പം ഇവിടെ അടിസ്ഥാനപരമായിട്ടും വേണ്ടത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ സെക്സ് എന്ന പദം കൊണ്ട് എന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വിപുലീകരണമാണ്. കാരണം നമ്മൾ സെക്സിനെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമാണ് കരുതുന്നതെങ്കിൽ അതിലേക്ക് നയിക്കാത്ത എല്ലാ ലൈംഗിക പ്രവൃത്തികളും അബ്നോർമലും വൈകൃതങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for Vivo. Just Sex, No Shame.